ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് പ്രതീക്ഷയുടെ ഒരു നിശബ്ദ ദിനമാണ്. ദുഃഖശനി. എല്ലാവർക്കും പ്രാർത്ഥനാ നിർഭരമായ ആശംസകൾ. ഒത്തിരിയേറെ പ്രാർത്ഥിക്കേണ്ട ഒരു ദിവസം. നമ്മളൊക്കെ ആകാംക്ഷയോടെ പലതിനും വേണ്ടി കാത്തിരിക്കാറുണ്ട്. ആ കാത്തിരിപ്പ് ക്ഷമയോടെ, പ്രത്യാശയോടെ കാത്തിരിക്കുമ്പോൾ അത് ലഭിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഇന്ന് നമ്മളെയെല്ലാം പാപത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കുവാൻ ഒരു വ്യക്തിയുടെ ഉയർപ്പിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. നമ്മുടെ ഈശോ നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ ഒരു ദിനത്തിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ്. പ്രാർത്ഥനയുടെ ദിനമാക്കി ഇതിനെ മാറ്റാം. കാരണം യോഗ്യതയില്ലായിരുന്നിട്ടും എന്നെ അവൻ ഉയർപ്പിക്കുകയാണ് ജീവനിലേക്ക്. എത്ര സ്നേഹസമ്പന്നമായ ഒരു സമയമാണ്. ആ ഒരു സ്നേഹവും തീഷ്ണതയുമാണ് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന മഗ്ദലന മറിയം 10 സ്ത്രീകളും കൂടെ കല്ലറയെങ്കിലേക്ക് ഒരു യാത്ര നടത്തുകയാണ്. അവരുടെ സ്നേഹം കൊണ്ടോ, അവരുടെ ഈശോയോടുള്ള താല്പര്യം എത്രമാത്രം വലുതാണ്. നമ്മളുടെ ജീവിതത്തിലും ഈ ദിവസം ഈ ഒരു പ്രാർത്ഥനയും ഈ ഒരു സ്നേഹവും ആഴമായൊരു വിശ്വാസവും വളർത്തിയെടുക്കപ്പെടാൻ വേണ്ടി ഒരു കാത്തിരിപ്പിന്റെ സ്നേഹത്തോടെ, ക്ഷമയോടെ, പ്രാർത്ഥനയോടെ അവനിലേക്ക് വളരാൻ നമുക്ക് സാധിക്കട്ടെ. ഈശോ ഈ ദിവസം നമ്മളെല്ലാം പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ.